പ്രണയം തലയ്ക്ക് പിടിച്ച് കാത്തിരുന്ന ക്രൂരതയ്ക്കൊടുവിൽ ഗവിയിൽ അങ്കണവാടി ജീവനക്കാരിക്ക് ദാരുണാന്ത്യം. കോളനി നിവാസിയും അങ്കണവാടി ഹെൽപ്പറുമായ 32 വയസ്സുകാരിയെ വനത്തിനുള്ളിൽ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയ സംഭവം ആസൂത്രിതമായ കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ആദിവാസി യുവാവായ മൂഴിയാർ സ്വദേശി വിനോദ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബലാത്സംഗ ശ്രമത്തിനിടെയാണ് കൊലപാതകം നടന്നതെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി സമ്മതിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വിനോദ് യുവതിയെ നിരന്തരമായി പിന്തുടരുകയായിരുന്നു. യുവതിയെ തനിക്ക് പ്രണയമായിരുന്നെന്നും ഇതിന്റെ പേരിലാണ് കാണാൻ ശ്രമിച്ചതെന്നുമാണ് പ്രതിയുടെ വാദം. യുവതിയോടുള്ള പ്രണയപ്പക തലയ്ക്ക് പിടിച്ച പ്രതി ഇവരെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വനമേഖലയിൽ ഒരു കുടിൽ കെട്ടി താമസമുറപ്പിച്ചിരുന്നു. ഇതിന്റെ വ്യക്തമായ തെളിവുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ 8:30 വീട്ടിൽ നിന്നും 5 കിലോമീറ്ററോളം അകലെയുള്ള അങ്കണവാടിയിലേക്ക് വനപാതയിലൂടെ കാൽനടയായി പോവുകയായിരുന്നു യുവതി. ഈ വഴി പൂർണ്ണമായും കാടിനുള്ളിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ വിജനമായ പാതയിൽ മുൻകൂട്ടി കാത്തുനിന്ന പ്രതി യുവതിയെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ബലാത്സംഗ ശ്രമത്തെ യുവതി ശക്തമായി പ്രതിരോധിച്ചതോടെ പ്രതി ഇവരെ ബലമായി പിടിച്ചുതള്ളി. വീഴ്ചയിൽ യുവതിയുടെ തല കാട്ടുകല്ലിൽ ഇടിച്ചു. ബോധരഹിതയായി താഴേക്ക് വീണ യുവതിയെ പ്രതി വഴിയിലുള്ള തോട്ടിലെ വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് മൃതദേഹം തോട്ടിലേക്ക് തന്നെ തള്ളി പ്രതി രക്ഷപ്പെട്ടു. യുവതി അങ്കണവാടിയിൽ എത്താതിരുന്നതിനെ തുടർന്ന് ഗവിയിലെ നാട്ടുകാരും വനപാലകരും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് വഴിമതിയുള്ള തോട്ടിൽ മൃതദേഹം കണ്ടെത്തിയത്. വന്യമൃഗങ്ങളുടെ ആക്രമണമേറ്റ ലക്ഷണങ്ങളൊന്നും ശരീരത്തിൽ ഇല്ലാതിരുന്നതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. കൃത്യത്തിന് ശേഷം വിനോദ് ഗവിയിൽ നിന്നും വണ്ടിപ്പെരിയാർ ഭാഗത്തേക്ക് പോകുന്ന KSRTC ബസ്സിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു. വനപാലകർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വള്ളക്കടവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വെച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതിയെ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു. മൂഴിയാർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കസ്റ്റഡിയിലായ വിനോദ് കുമാറിനെതിരെ മുൻപും കൊലപാതക ശ്രമത്തിന് കേസുണ്ടായിരുന്നതായി പോലീസ് വെളിപ്പെടുത്തി. വണ്ടിപ്പെരിയാർ പോലീസാണ് പ്രതിയെ പ്രാഥമികമായി ചോദ്യം ചെയ്തത്. തുടർന്ന് പത്തനംതിട്ട പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിനായി മാറ്റി. അറസ്റ്റിലാകുമ്പോൾ പ്രതിക്കൊപ്പം 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ഇത് സ്വന്തം സഹോദരിയുടെ മകളാണെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ കുട്ടിയെ ഒപ്പം കൂട്ടിയതിലും എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതകളുണ്ടോ എന്ന കാര്യം പോലീസ് ഗൗരവമായി അന്വേഷിച്ചു വരികയാണ്. തമിഴ്നാട് സ്വദേശിനിയായ യുവതിയുടെ ദാരുണമായ കൊലപാതകത്തിൽ ഗവി ഒട്ടാകെ കടുത്ത ഞെട്ടലിലാണ്.